ഹലോ എവരിവൺ. ഇന്നേ നമുക്ക് പല്ലിച്ചമ്മന്തി, അതായത് കപ്പലണ്ടി ചമ്മന്തി. കപ്പലണ്ടിക്ക് ഇവിടെ പല്ലേരം എന്നാണ് പറയുന്നത്. ഈ പല്ലിച്ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതിന് ഞാനൊരു ചെറിയ കപ്പിന് ഒരു കപ്പ് കപ്പലണ്ടിയും പിന്നെ ഒരു 3 തക്കാളിക്കായും എരിക്ക് വേണ്ടുന്നത്രയും പച്ചമുളകും പിന്നെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു സ്പൂൺ ജീരകവും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഓരോന്നായിട്ട് വറുത്തുകൊണ്ട് വരാം. ഇപ്പം നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കാതെ ഉണ്ട് കപ്പലണ്ടി ഡ്രൈ റോസ്റ്റ് ചെയ്യാമേ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഞങ്ങൾക്ക് കപ്പലണ്ടി വേണ്ട, ഞങ്ങൾക്ക് കപ്പലണ്ടി കഴിക്കാൻ പാടില്ല, അതൊരു കുഴപ്പമുണ്ട്, അതായത് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ കപ്പലണ്ടിക്ക് പകരം നമ്മൾ 3 തക്കാളിക്കല്ലേ എടുത്തുള്ളൂ. ആ തക്കാളിക്ക് കുറച്ച് കൂടുതലും വെച്ചാൽ മതി കേട്ടോ. നമ്മൾ തക്കാളിക്ക ചമ്മന്തിയായി തക്കാളിക്കായും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും പുളിയും. ഇത് ഞാൻ തക്കാളിക്ക് 3 തക്കാളിക്ക് ഇല്ലാതെ ഇത് ചെയ്യാം. വെറും പല്ലില്ലാതെ കപ്പലണ്ടി വറുത്തിട്ട് പച്ചമുളകും പുളിയും എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ അന്നേരം തക്കാളിക്ക് ഇല്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് പുളി ഒരല്പം ഏറെ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വറുക്കണം, ചെറിയ തീയിലിട്ട് വറക്കണം. അന്നേരമേ കപ്പലണ്ടി അകത്ത് വരെ ചേരുള്ളൂ, അല്ലെങ്കിൽ പച്ചക വയ്ക്കും കേട്ടോ. വറുത്തോണ്ട് വരാമേ. ഇപ്പോൾ കപ്പലണ്ടി മൂത്ത് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇത് മാറ്റാം. കപ്പലണ്ടി മൂത്താൽ ഇത് നോക്കിയാൽ ഇങ്ങനെ പൊട്ടി വരും കപ്പലണ്ടി. ഇപ്പം വേറെ പാത്രത്തിൽ മാറ്റാമേ. ഇപ്പം നമുക്ക് അതേ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചമുളകിട്ട് വഴറ്റാം കേട്ടോ. പച്ചമുളക് നന്നായിട്ട് വഴറ്റാം. ഇപ്പം ഇത് വഴന്നില്ലേ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തക്കാളിക്കയില്ലേ അത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ട് വഴന്ന് വരണം. ഇപ്പം തക്കാളിക്കായി നന്നായിട്ട് വഴന്ന് കേട്ടോ. ഇപ്പം നമുക്ക് ഈ ജീരകം കൂടി ഇളക്കി 1 നിമിഷം ഒന്ന് ഇളക്കി വെച്ച് ചൂട് പിടിച്ചാൽ മതി കേട്ടോ. ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. എല്ലാം തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിടാം. ഇപ്പം നമുക്ക് ആ കപ്പലണ്ടി ആദ്യം മിക്സിക്കിനിലോട്ടിട്ട് പൊടിച്ചെടുക്കാമേ. ഇപ്പോൾ ഇത് പൊടിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചില്ലേ, വഴറ്റി വെച്ചില്ലേ, തക്കാളിക്കും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇതും കൂടെ ചേർത്തു. ഇനിയിപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാമേ. ഇതൊരു വിധം ഒന്ന് ചതഞ്ഞു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്നേ പുളി, അതെല്ലാം കൂടെ അലർത്തി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഒന്നുകൂടെ നരച്ചെടുക്കാം. ഇത് ഒരുവിധം ഒന്ന് ചതഞ്ഞില്ലേ. ഇനിയിപ്പം നമുക്ക് ആ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇപ്പം എല്ലാം കൂടെ വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് വെച്ച് അരച്ചെടുക്കാം. ആവശ്യമാണെന്ന് കണ്ടാൽ വെള്ളം ചേർത്താൽ മതി. നല്ല ഭംഗിയായിട്ട് അരഞ്ഞ് കിട്ടി. ഒരല്പം വെള്ളം ചേർത്ത് കേട്ടോ. അത് നമ്മൾ കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ നല്ല തരിപ്പായിട്ട് കിട്ടുകയും ചെയ്യും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കല്ലിൽ അരയ്ക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഇനിയിപ്പം നമുക്ക് കടുക് വറുക്കാമേ. കടുക് വറുക്കാനായിട്ടേ ഞാൻ അതേ ചീനച്ചട്ടി വെച്ചു. എണ്ണ ഒഴിച്ചു. ചൂടായി കഴിഞ്ഞപ്പം ഇതിൻ്റെ കടുകും ജീരകവും ഉണക്കമുളകും ഈ ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞാണ് എല്ലാം കൂടി ഇട്ട് ഇത് വറുത്തെടുക്കാം. കടുക് പൊട്ടി. ഇപ്പം നമുക്ക് 2 തണ്ട് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി ഇളക്കി വെച്ച് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ഒന്നാന്തരം ടേസ്റ്റ് കപ്പലണ്ടി ചമ്മന്തി തയ്യാർ. ഇപ്പോൾ എരി ഉപ്പൊക്കെ നോക്കണേ. ഒരു പക്ഷേ എരി കുറവാണെങ്കിൽ ഇപ്പം നമ്മുടെ വറുത്ത് പൊടിച്ച മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിലും ഉപ്പ് പൊടി ചേർത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാമേ. ബൈ ബൈ.